നോബൽ മാരിക്കാരൻ നൽകും കൂടുതൽ വിവരങ്ങൾ ദില്ലിയിൽ നിന്ന്. നോബൽ മാരിക്കാരൻ, CPI കൃത്യമായി തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം തങ്ങളുടെ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ഇപ്പോൾ M മുകേഷിനെതിരെ പോലീസിൽ ഒരു പരാതി എത്തിയ സാഹചര്യമാണ്. ആ ആരോപണം ഉന്നയിച്ച നടി അത് അല്പസമയം മുൻപ് കൂടി നമ്മളോട് പറയുകയും ചെയ്തതാണ്, എൻ്റെ പരാതി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അന്വേഷണ സംഘമെന്ന്. എന്നിട്ടും MLA സ്ഥാനത്ത് തുടരുന്ന മുകേഷിനെ കുറിച്ച് ആനി രാജയ്ക്കും CPIക്കും പറയാനുള്ളത് എന്താണ്? സുജയ, ഈ വിഷയത്തിൽ ആനിരാജ നിലപാട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. MLA സ്ഥാനത്ത് നിന്ന് മുകേഷ് രാജിവെക്കണം എന്ന നിലപാടാണ് ഇതിൽ ആനിരാജ ഉയർത്തുന്നത്. പ്രത്യേകിച്ച് സിനിമാ മേഖല കൂടുതൽ സ്ത്രീ സൗഹാർദ്ദമാക്കാനുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായ ഒരാൾ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാതെ സർക്കാരിനെ സഹായിക്കാൻ വേണ്ടി ഈ തറയിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ആനിരാജ വ്യക്തമാക്കുന്നത്. ഒരു തരത്തിലും സർക്കാരിനെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടരുത്, അന്വേഷണം നടക്കട്ടെ, അന്വേഷണ കുറ്റവിമുക്തനാണെങ്കിൽ വീണ്ടും മടങ്ങിയെത്താനുള്ള സാഹചര്യം മുകേഷിന് ഉണ്ട് എന്ന കാര്യവും ഇതിൽ ആനിരാജ ചൂണ്ടിക്കാണിക്കുകയാണ്. നേരത്തെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെയും സമാനമായ ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ ആദ്യം തന്നെ ശക്തമായ നിലപാട് സ്വീകരിച്ച നേതാക്കളിൽ ഒരാളാണ് ആനിരാജ. അന്ന് രഞ്ജിത്തിനെ മാറ്റി നിർത്തണമെന്ന ആവശ്യമായിരുന്നു ആനിരാജ മുന്നോട്ട് വെച്ചത്. ഇപ്പോൾ മുകേഷിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും അതേ നിലപാട് ആനിരാജ പങ്കുവയ്ക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CPIയുടെ നിലപാടും ഇത് തന്നെ ആകും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴും CPI കടുത്ത നിലപാട് സർക്കാരിനെതിരെ സ്വീകരിച്ചുകൊണ്ട് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയ ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അതുതന്നെ അത്തരത്തിൽ ആ സമ്മർദ്ദവും ഒരുപക്ഷെ അന്ന് രഞ്ജിത്തിൻ്റെ രാജിയിലേക്ക് വഴിവെച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരത്തിൽ ഇപ്പോൾ ഉയരുന്ന വിവാദങ്ങളിൽ പ്രത്യേകിച്ച് ആരോപണ വിധേയരായ ആളുകൾക്കെതിരെ കർശനമായ നടപടി, പ്രത്യേകിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തെ ഉൾപ്പെടെ രൂപീകരിച്ചിട്ടുണ്ട്. ഈ അന്വേഷണ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അന്വേഷണമൊക്കെ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന ആവശ്യം ഇവർ ഉന്നയിക്കുകയും ചെയ്തുകൊണ്ട് ആനിരാജ അടക്കമുള്ളവർ. ആ പശ്ചാത്തലത്തിൽ നിലവിൽ ഉയരുന്ന ഈ ആരോപണങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തിക്കൊണ്ട് സർക്കാർ അവരുടെ ഈ ദൗത്യം പൂർത്തിയാക്കണം എന്ന നിലപാട് തന്നെയാണ് ആനിരാജ റിപ്പോർട്ടോട് പങ്കുവച്ചത്. അതായത് മുകേഷ് MLA സ്ഥാനത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് രാജിവെച്ചുകൊണ്ട് നിലവിലത്തെ അന്വേഷണത്തെ കൃത്യമായി തന്നെ നേരിടണം എന്ന ആവശ്യമാണ് ആനിരാജ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഈ നിലപാട് CPMനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രതിക്കൂട്ടിലേക്ക് എത്തിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇന്നിപ്പോൾ CPMൻ്റെ അടക്കം ഭാഗത്ത് നിന്ന് മുകേഷിനെ പിന്തുണക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പലയിടത്തും മുകേഷിന് എതിരായ വികാരങ്ങൾ ഉണ്ടെങ്കിൽ പോലും പാർട്ടിയുടെ ഒരു പൊതുവായ വികാരം എന്നില്ല, അല്ലെങ്കിൽ പൊതുവായ തീരുമാനം എന്നില്ല, മുകേഷ് മാറേണ്ടതില്ല എന്ന തീരുമാനമാണ് പുറത്തു വന്നത് എന്ന് നമുക്കറിയാം. എന്താണെങ്കിലും അത്തരത്തിലുള്ള നിലപാട് CPM സ്വീകരിക്കുമ്പോൾ CPIയുടെ പല പ്രധാനപ്പെട്ട നേതാക്കൾക്കും, പ്രത്യേകിച്ച് ആനിരാജയ്ക്ക് മാത്രമല്ല പല നേതാക്കൾക്കും ഇതേ വികാരം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ ആനിരാജ ഇപ്പോൾ തുറന്നു പറഞ്ഞതുപോലെ മറ്റ് നേതാക്കളും വരും മണിക്കൂറുകളോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലൊക്കെ ഈ നിലപാട് പറയാനുള്ള സാധ്യതയുണ്ട്. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ ആനിരാജ വ്യക്തമാക്കുന്നത് മുകേഷ് MLA സ്ഥാനത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് അന്വേഷണത്തെ നേരിടണം എന്നുള്ളതാണ്. സുജയ, നോബൽ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്. ആനി രാജയുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ഇനി M മുകേഷ് MLA സ്ഥാനം രാജിവെക്കുമോ അതോ നയരൂപീകരണ സമിതിയിൽ നിന്ന് മാത്രം മാറ്റി നിർത്തി മുഖം രക്ഷിക്കുമോ എന്നതാണ് അറിയേണ്ടത്.